ഓക്കെ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഞാൻ പേഴ്സണലി പ്രതീക്ഷ വെക്കുന്ന കുറച്ച് ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ വീഡിയോയിൽ എൻ്റെ ടോപ്പ് ഓൾട്ട് കോയിൻ പിക്സിൽ ചിലതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത്തെ വീഡിയോയിൽ ഈ ഒരു 2024 ജെം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന 2024 ബുൾ മാർക്കറ്റിൽ അത്യാവശ്യം റിട്ടേൺസ് തരാനായിട്ട് സാധ്യതയുള്ള കുറച്ച് ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാനായിട്ട് പോകുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോയിനെ പറ്റിയിട്ടോ അല്ല, ഒരു സെക്ടറിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു 2024 ബുൾ മാർക്കറ്റിൽ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു കിടിലൻ സെക്ടറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് സെക്ടർ എന്തുകൊണ്ട് അധികം വൈകാതെ ഗംഭീരമായിട്ടുള്ളൊരു വളർച്ച കൈവരിക്കും, ആൻഡ് അങ്ങനെ വളർച്ച കൈവരിക്കുമെന്ന് പറയാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് അതിനകത്തുള്ള ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ടറിനകത്തുള്ള നല്ല പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ഏതൊരു സാധനത്തിനായാലും അതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അതിനൊരു ഉയർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡിമാൻഡ് അതിനുണ്ടായിരിക്കണം. ഡിമാൻഡുള്ള സാധനങ്ങൾക്കേ ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് സെക്ടർ വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കൈവരിക്കുമെന്ന് പറയാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അതിനുള്ള ഡിമാൻഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഗെയിമിംഗ് പ്രൊജക്റ്റ് ആയിട്ടുള്ള ആക്സി ഇൻഫിനിറ്റിയുടെ 2021 ബുൾ റണ്ണിലെ ഡെയിലി ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്നത് 2.8 മില്യൺ ആണ്. ആൻഡ് അതിനുശേഷം ഒരു ബെയർ മാർക്കറ്റിലേക്ക് കടന്നപ്പോഴും ഈ ആക്സി ഇൻഫിനിറ്റിയുടെ യൂസേഴ്സിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു 2.7 മില്യൺ യൂസേഴ്സ് അപ്പോഴും ഉണ്ടായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിമാൻഡ് ആക്സി ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ഗെയിമിംഗ് പ്രൊജക്റ്റിന് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആൻഡ് മറ്റുള്ള ഒരു ഗെയിമിംഗ് പ്രൊജക്റ്റുകൾക്ക് പോലും ഈ ആക്സി ഇൻഫിനിറ്റിയുടെ ഈ നമ്പേഴ്സിന് അടുത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല. സോ ആക്സി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അത്രയധികം ഡിമാൻഡുള്ള ഗംഭീരമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആക്സി ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിന് മാത്രം ഇത്രയധികം ഡിമാൻഡ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഹോൾ സെക്ടറിനും അതേ ഡിമാൻഡ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റുമോ? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്. ഡാപ്പ് റഡാർ പുറത്തുവിട്ടിട്ടുള്ള ഏറ്റവും റീസെൻറ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഡാപ്പ് യൂണീക്ക് ആക്റ്റീവ് വാലറ്റ്സിൻ്റെ എണ്ണത്തിൽ ഒരു 124% ഇയർ ടു ഇയർ ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഏകദേശം ഒരു 4.8 മില്യൺ ഡെയിലി ഡാപ്പ് യൂണീക്ക് ആക്റ്റീവ് വാലറ്റ്സ് ആണ് 2023 അവസാനത്തോടെ ഡിഫൈ, ഗാംബ്ലിംഗ്, ഗെയിമിംഗ്, സോഷ്യൽ തുടങ്ങിയ പല സെക്ടറുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ 34% ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് സെക്ടറിൽ നിന്നാണ്. അതായത് 4.2 മില്യൺ യൂണീക്ക് ആക്റ്റീവ് വാലറ്റ്സിൽ 1.1 മില്യൺ യൂണീക്ക് ആക്റ്റീവ് വാലറ്റ്സും ഗെയിമിംഗ് സെക്ടറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള സെക്ടേഴ്സിനെ അപേക്ഷിച്ച് ഈ ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് എന്ന് പറയുന്ന സെക്ടറിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് അതുകൂടാതെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അതിനകത്തുള്ള സാധനങ്ങൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് അത് ഇതിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഗെയിമുകളിൽ ഇപ്പോൾ പബ്ജിയിലൊക്കെയാണ് അല്ലെങ്കിൽ മറ്റുള്ള ഗെയിമുകളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ആ ഗെയിം കളിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ പബ്ജിയിലാണെങ്കിൽ സ്കിന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം അവിടെ തീർന്നു. അതുകൊണ്ട് നമുക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള ഉപയോഗം അവിടെ ഉണ്ടാവുന്നില്ല. എന്നാൽ ബ്ലോക്ക് ചെയിൻ ഗെയിമിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് പിന്നീട് അത് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആൻഡ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഗെയിമേഴ്സിൻ്റെ ശ്രദ്ധ ഈ ബ്ലോക്ക് ചെയിൻ ഗെയിമിങ്ങിലേക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഗെയിമുകളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ആൻഡ് ഇതുവഴി തീർച്ചയായിട്ടും ഗെയിമിംഗ് സെക്ടറിൻ്റെ ആ ഒരു ഡിമാൻഡ് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല 2021 ബുൾ റണ്ണിൽ ബ്ലോക്ക് ചെയിൻ യൂസേജിൻ്റെ പകുതിയും ഈ ബ്ലോക്ക് ചെയിൻ ഗെയിമിങ്ങിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇൻ ഗെയിം കളക്ടിബിൾസിൽ നിന്ന് മാത്രം $2.3 ബില്യൺ സെയിൽസ് ആണ് നടന്നിട്ടുള്ളത്. ആൻഡ് മാത്രമല്ല ഈ ഒരു ഗ്ലോബൽ ഗെയിമിംഗ് മാർക്കറ്റിനെ നമുക്ക് ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മൾ ഈ ചെറിയ പിള്ളേർ കളിച്ചിറക്കുന്ന ചെറിയ ചെറിയ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു മാർക്കറ്റിനെ കാണരുത്. ഒരു $396 ബില്യൺ വരുന്ന ഗ്ലോബൽ ഗെയിമിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഒരു കൺസ്യൂമർ ബേസ് ആണ്. സോ ഗെയിമിംഗ് സെക്ടർ എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനല്ല, നല്ല രീതിയിൽ ഡിമാൻഡ് ഉള്ള ഒരു സെക്ടർ തന്നെയാണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കാം. ഓൾറെഡി ഇത്രയും ഡിമാൻഡ് ഉള്ള ഒരു സെക്ടറിലേക്ക്, ഇത്രയധികം റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സെക്ടറിലേക്ക് വമ്പൻ ഗെയിമിംഗ് കമ്പനികൾ എൻ്റർ ചെയ്താലോ എന്താ സംഭവിക്കുക? നമുക്ക് ഓൾറെഡി കേട്ട് പരിചയമുള്ള ഉബിസോഫ്റ്റ്, സ്ക്വയർ ഇനിക്സ്, സെഗ തുടങ്ങി ഒരുപാട് വമ്പൻ ഗെയിമിംഗ് കമ്പനികൾ ഓൾറെഡി അവരുടെ ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഗെയിമിംഗ് ബേസ്ഡ് ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള ഒയാസിസിനകത്ത് ഉബിസോഫ്റ്റ് കൊണ്ടുവരുന്ന ബ്ലോക്ക് ചെയിൻ ഗെയിമാണ് ചാമ്പ്യൻസ് ടാക്ടിക്സ് ഗ്രിമോറിയ ക്രോണിക്കിൾസ് എന്ന് പറയുന്നത്. ഉബിസോഫ്റ്റിന്റെ മാർക്കറ്റിംഗ് പവർ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത്. ഇതുപോലെ തന്നെ മറ്റ് ഗെയിമിംഗ് കമ്പനികളും അവരുടേതായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്ന തിരക്കിലാണ്. സോ ഗെയിമിംഗ് ലോകത്തെ വമ്പൻ
വമ്പന്മാർ തന്നെ നേരിട്ടിറങ്ങുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെക്ടറിൽ പ്രതീക്ഷ വയ്ക്കാതിരിക്കാനായിട്ട് സാധിക്കുക? ഇതൊന്നും കൂടാതെ മുൻപൊന്നും ഇല്ലാതിരുന്ന ഒരു പുതിയ ബിസിനസ് മോഡൽ കൂടെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് സെക്ടറിൽ ഉണ്ടായിരിക്കുകയാണ്. അതിലൊന്നാണ് പ്ലേ ടു ഓൺ എന്ന് പറയുന്നത്. വെറുതെ കുറേ നേരം ഗെയിം കളിച്ച് സമയം കളയുന്നതല്ലാതെ ഗെയിം കളിച്ചുകൊണ്ട് എന്തെങ്കിലും ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമല്ലേ? നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒരു ഇൻ ഗെയിം കളക്ടിബിൾസ് സ്വന്തമാക്കുന്നതിലൂടെ അത് ട്രേഡ് ചെയ്യാനും ഏൺ ചെയ്യാനും സാധിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഏണിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇല്ലുവിയ. ഇല്ലുവിയം എന്ന് പറയുന്നത് എതേറിയത്തിലുള്ള ഒരു ഏലിയൻ എക്സ്പ്ലോറേഷൻ ഗെയിമാണ്. ഇതിനകത്തെ ക്യാരക്ടേഴ്സും വെപ്പൺസും ഒക്കെ നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ട്രേഡ് ചെയ്യാനും സാധിക്കും. ആൻഡ് കൂടുതൽ ആളുകളും ഇത് ട്രേഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് സ്വന്തമാക്കി തന്നെ വയ്ക്കാനും കൂടുതൽ പണം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനും തയ്യാറാകുമ്പോൾ അത് ഗെയിം ഡെവലപ്പേഴ്സിന് വളരെയധികം നല്ല രീതിയിൽ അത് ഗുണം ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു പുതിയ ബിസിനസ് മോഡൽ, ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് ഒരു പുതിയ ബിസിനസ് മോഡലിന് വഴിയൊരുക്കുന്നുണ്ട്. ആൻഡ് ഇതുപോലുള്ള ബിസിനസ് മോഡലുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വമ്പൻ കമ്പനികൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് സെക്ടറിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇത്രയേറെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഏതാണ് ബെറ്റർ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ അടുത്തതായിട്ട് ട്രെൻഡിങ് ആവാൻ പോകുന്ന ഗെയിം ഏതാണ്, അത്തരത്തിൽ ട്രെൻഡിങ് ആകാൻ പോകുന്ന പ്രൊജക്റ്റുകൾ എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു ഗെയിമിംഗ് സെക്ടറിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗെയിമിംഗ് സെക്ടറിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗെയിമിംഗ് പ്രൊജക്റ്റുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇമ്മ്യൂട്ടബിൾ എക്സ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റാണ്. 150 പരം ഗെയിമുകൾ ഓൾറെഡി അവരുടെ എക്കോസിസ്റ്റത്തിലുണ്ട്. അതുപോലെ തന്നെ മെറിറ്റ് സർക്കിൾ അവലാഞ്ചയുമായിട്ട് കൊളാബറേഷനിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രൊജക്റ്റാണ് ബീം എന്ന് പറയുന്നത്. അതും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള, ഇത്രയധികം ഡിമാൻഡുള്ള ഒരു സെക്ടറായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഒരു കാര്യം കൂടിയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഗെയിമിംഗ് സെക്ടറിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 31 ബില്യൺ ആണ്. അതേസമയം മീം കോയിൻ സെക്ടറിന്റെ മാർക്കറ്റ് ക്യാപ്പ് 52 ബില്യൺ ആണെന്ന് കാണാൻ പറ്റും. ആൻഡ് ഡോജ് കോയിൻ എന്ന് പറയുന്ന മീം കോയിൻ ട്രെൻഡിങ് ആയ ടൈമിൽ അതിൻ്റെ മാത്രം മാർക്കറ്റ് ക്യാപ്പ് 89 ബില്യൺ ആയിരുന്നു. ജസ്റ്റ് ഒരൊറ്റ മീം കോയിൻ്റെ കാര്യമാണ് ഇതെന്ന് ഓർക്കണം. സോ പറഞ്ഞു വരുന്നത് ഗെയിമിംഗ് സെക്ടറിന് ഇനിയും ഒരുപാട് വളരാനായിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് അതിനുശേഷം മാത്രം ഈ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഗെയിമിംഗ് സെക്ടറിനെ പറ്റിയിട്ടും അത് ഗംഭീരമായിട്ടുള്ളൊരു വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ള സെക്ടറാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്താനായിട്ട്, നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്താനായിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.